കാഞ്ഞിരംകുന്ന് മേഖലകളിൽ കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലെ കച്ചേരിപ്പറമ്പ് മേഖലയിലെ കാഞ്ഞിരംകുന്ന് ആശാരിക്കുളമ്പ് മേഖലകളിൽ കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പ്രദേശവാസികളുടെ തെങ്ങ്, കമുക്, വാഴ ഉൾപ്പെടെയുള്ളവയാണ് 3 ദിവസമായി കറങ്ങി നടക്കുന്ന കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. കോട്ടോപ്പാടം പഞ്ചായത്തിലെ വനയോര പ്രദേശമാണ് കാഞ്ഞിരംകുന്ന്. പോലോത്തടി കമ്മാപ്പു, വളങ്കുണ്ടിൽ യൂസഫ്, പുളിക്കൽ അബ്ദു, കാരക്കുലവൻ ബഷീർ എന്നിവരുടെ 400-ൽ പരം കുലച്ച വാഴകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. വായ്പയെടുത്തും മറ്റുമാണ് മിക്ക കർഷകരും കൃഷിയിറക്കിയത്. ഓണവിപണി ലക്ഷ്യമിട്ട് നടത്തിയ വാഴ കൃഷി നശിച്ചതോടെ കർഷകർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുമായി. 1 മാസത്തോളമായി പ്രദേശത്ത് കാട്ടാന ശല്യമുള്ളതായി പ്രദേശവാസികൾ പറയുന്നു. ഞങ്ങൾ കോട്ടോപ്പാടം പഞ്ചായത്തില് 19 വാർഡും 4 വാർഡും കൂടി ഒഴിക്കുന്ന ഈ ആശാരിക്കുളമ്പ് പാറപ്പുറം ഭാഗം ഞങ്ങൾ കഷ്ടപ്പാടാണ് കാണുന്നത്. ഒരു വേനലവധിക്ക് കഷ്ടപ്പെട്ട് വെള്ളം കോരി ഒഴിച്ച് അധ്വാനിച്ചുണ്ടാക്കി വളവും മിക്സറവും അതിനുള്ള മറ്റെല്ലാം ബാങ്കിൽ നിന്നും കടമെടുത്തും മറ്റും ചെയ്ത് കഷ്ടപ്പെട്ട് വേർത്തും അധ്വാനിച്ചതിന്റെ പ്രതിഫലമാണ് ഞങ്ങൾക്ക് കാണുന്നത്. പോസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനും വയ്യാത്തൊരവസ്ഥ. ഇത്രമാത്രം കഷ്ടപ്പെട്ട് ഞങ്ങൾ അധ്വാനിച്ച് ഓരോ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ എത്രയും കഷ്ടപ്പെടുത്ത് മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുമ്പോഴാണ് ആളുകൾ വന്ന് ചെയ്ത പണിയാണ്. ഈ ഇതിനോടനുബന്ധിച്ചപ്പെട്ട സുഹൃത്തുക്കളും നാട്ടുകാരും കുടുംബങ്ങളും എല്ലാവരും അധ്വാനിച്ചതിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അപ്പൊ പന്നിയായിട്ടും ആനയായിട്ടും മല്ലായിട്ടും തത്തകളായിട്ടും പല ബുദ്ധിമുട്ടുകളും നേരിടുകയാണ്. ഞങ്ങൾക്ക് ഇതോട് മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെല്ലാം പിന്നാക്കം മുഴുവൻ കൃഷി ജീവിതം താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. അപ്പൊ ഈ കൃഷിയല്ലാതെ ഞങ്ങൾ മറ്റു മാർഗമില്ല. ഞങ്ങള് കൃഷിയായിട്ട് കൂടുതൽ പഴയ ഞങ്ങൾ ജീവിച്ചു പോകുന്ന ആളുകളാണ്, കൃഷിയുടെ ഉള്ള ആളുകളാണ്. പക്ഷെ അതായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് പാടാണ്, കഷ്ടപ്പാടാണ്. അപ്പൊ ഞങ്ങൾ അധ്വാനത്തിന്റെ ഫലമാണ് ഈ കാണുന്നത്. നല്ല നല്ല കൊലതൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച് വളവും മിച്ചറൊക്കെ ഇട്ടിട്ട് 10 ദിവസം 15 ദിവസം ഒക്കെ ആയിട്ടുള്ളൂ. ഇതുപോലെയുള്ള 10-100ഓളം വാഴകളാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇതിന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങളോ പ്രതീക്ഷിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ബാങ്ക് ഇടപാടുകളും പ്രശ്നങ്ങളും ഒക്കെ ആക്കി കടങ്ങളാക്കിയിട്ടാണ് അതിലൊക്കെ ഇറങ്ങണമെന്നും ചെയ്യണതും. അതായത് അങ്ങനെയൊന്നും അന്നാണ് കൂലിപ്പണി കൊടുത്ത് നിത്യജീവിതം നയിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടുതലുള്ളത്. മറ്റുള്ള ഒരുപാട് മാർഗം കൊണ്ടൊന്നും ജീവിക്കുന്ന ആളുകളിലെ കൃഷിയായിട്ട് തോന്നി വിട്ടുന്നതുകൊണ്ടാണ് ഞങ്ങളെ മക്കളെ പഠിപ്പിക്കുന്നതും ജോലികളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതിനൊക്കെ ശക്തമായിട്ടുള്ളൊരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും അത്യാവശ്യമാണ്. ഏറ്റവും എന്തെങ്കിലും കുറെ പ്രശ്നങ്ങൾ തീരാവുന്നുള്ള ആളുകളെ വല്ലാണ്ട് വന്ന് ശല്യം ചെയ്യില്ല. 4ഓളം 5ഓളം ആളുകൾ വന്നിട്ടാണ് ഈ ശല്യങ്ങൾ ചെയ്യുന്നത്. 4ാം വാർഡ് 19 നമ്മളെ ഈ അരികിന് 7ഓളം പോസ്റ്റുകളുണ്ട്. അതിലും ഓരോ ലൈറ്റ് വരികയാണെങ്കിൽ ഫോറസ്റ്റിന്റെ ഏരിയയാണ്, ഫോറസ്റ്റിന്റെ സൈഡാണ്. അപ്പൊ അത് ശ്രദ്ധപ്പെടുത്തി വേണ്ട സൗകര്യങ്ങൾ ചെയ്തു വന്നാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വയ്യുള്ളൂ. എല്ലാ വിഷമത്തിൽ പോകാൻ നമ്മുടെ ഭാഗത്ത് 7ഓളം ഫോറസ്റ്റിന്റെ അരികാണ്. അതിപ്പോ ഒരു 10-20 കൊല്ലം നമുക്ക് കറണ്ട് ഇട്ട് ഇന്നവരെ ലൈറ്റും കാര്യങ്ങളും ഇതായി നമുക്ക് എത്തിയിട്ടില്ല. ഇതിപ്പോ ആനശല്യം ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ. അതിന്റെ മുന്നേ പന്നി, പാമ്പ് ഇതൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നത്തില് നമ്മള്. അപ്പൊ പഞ്ചായത്തുകാരും മറ്റേ വാർഡ് മെമ്പർമാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ആ ലൈറ്റ് ഒന്ന് എത്രയും പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ ഇനി ആനയുടെ കുത്തിയാലും കൊള്ളാതെ കഴിച്ചിലാകാന്നുള്ളൊരു കാഴ്ചപ്പാടിലൊക്കെ നമ്മളുള്ളത്. ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് സാറന്മാരൊന്നും നമ്പറൊക്കെ പോസ്റ്റൊക്കെ നമ്പറൊക്കെ എടുത്ത് പോയിക്കണം. പക്ഷെ ഇതിപ്പോ ചെയ്യണമല്ലോ, കുറച്ച് മുമ്പ് തന്നെ ചെയ്യേണ്ടത് ആണികളൊക്കെ എന്നാണ് നമുക്കിപ്പോ അതിനെ കുറിച്ച് പറയാൻ പറ്റുന്നില്ല. കൃഷിയുടെ കാര്യമൊക്കെ അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ ആ ഇവിടെ വീട്ടില് നിൽക്കുന്ന പനിയെ വന്ന് കുത്തിയിട്ട് അള്ളിയിട്ടൊക്കെ എങ്ങനെയാ വീട്ടിലൊക്കെ കിടന്നുറങ്ങുക? ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ പറയാറ്. വീട്ടിൽ കൂടി നിൽക്കണ മരങ്ങളൊക്കെ വന്ന് കുത്തിത്തള്ളണത്. കൃഷി നശിപ്പിക്കണതാ അങ്ങനെ. രണ്ടാമത് ഇങ്ങനെ കൃഷി പോണത് അങ്ങനെ. വീട്ടിൽ കിടക്കാനും കൂടി തൊഴിലല്ല വൈകുന്നേരം അയ്യ. ഇതൊക്കെ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിനുള്ള സംരക്ഷണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടണം. ഇനിയിപ്പോ ആൾക്കാരുടെ ദേവരൊന്നും പറ്റിയിട്ടില്ല. ഇനി ആൾക്കാരും കൂടി ദിവസം ഇന്നലെ 7 മണിയാകുമ്പോ തുടങ്ങി. 7 മണിയാകുമ്പോ വൈകുന്നേരം ആവണേന്റെ മുമ്പ് വരിക. അതുപോലെ തന്നെ താമസം ഈ കാട്ടിൽ തന്നെ അവർ കിടക്കണത്. വൈകുന്നേരമായ ഇറങ്ങി നേരം വിളിച്ചു കഴിഞ്ഞാൽ പോയി. ഇതന്നെയാണ് അവസ്ഥ. ജനങ്ങൾക്ക് പണിക്കും തൊഴിലും പോകുന്നവർക്ക് രാവിലെ നേരത്തെ പുറത്തിറങ്ങി എങ്ങോട്ടും പോകാനും കൂടി പാടില്ല. അത്രയ്ക്കും അപ്പുറത്ത് മദ്രസാണ്. രാവിലെ കുട്ടികളെല്ലാം കണ്ട് അപ്പൊ അതിനെന്തേലൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തേലൊക്കെ സഹായങ്ങൾ എന്ത് വേണ്ട വെച്ചാൽ ഞങ്ങൾക്ക് അതിന് വേണ്ട നടപടികളൊക്കെ ചെയ്തു തരണം. ഇതൊക്കെ തന്നെ പറയാനുള്ളത്.
അപ്പൊ ആണക്കാടൻ വനത്തിൽ തമ്പടിക്കുന്ന 4 കാട്ടാനകളാണ് പ്രദേശത്തിന് ശല്യമായി തീർന്നിരിക്കുന്നത്. കാഞ്ഞിരംകുന്ന് കച്ചേരിപ്പറമ്പ് കുണ്ടുകണ്ടം ഭാഗത്തായാണ് കറക്കം. തുടർന്ന് ജനവാസ മേഖലയിലെത്തി കൃഷിനാശവും വരുത്തുന്നു. ആണക്കാട് മലയിൽ നിന്നും പൂള മണ്ണുതോട് മുറിച്ചു കടന്നാണ് ആനകൾ ജനവാസ കേന്ദ്രത്തിലെത്തുന്നത്. വനപാലകരെത്തി കാട്ടിലേക്ക് തുരത്താറുണ്ടെങ്കിലും കാട്ടാനകൾ വീണ്ടും എത്തുന്നത് പതിവാണ്.